ഈ ലൈറ്റ് ഓഫ് ചെയ്യത്തില്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നന്നായിട്ട് ചെയ്യണമെന്ന് അറിയത്തില്ലേ ചേട്ടായിക്ക്? ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ടും കൊടുക്കാമല്ലോ പണി. ആ ഇല്ല, കൊച്ചിനെ ഞാൻ പിടിച്ചോളും. ആ പിടിച്ചോളാം. എന്നാ പിടിച്ചോ. ഞാൻ പിന്നെ എടുത്ത ശരിയായില്ല എന്ന് പറയല്ലേ. ഫോൺ എടുത്തായിരുന്നോ? എടുത്തു, അവനെ എടുത്തിട്ടാ പോയത്. അയ്യോ പൊന്നുവേ, ഫോട്ടോ വരാൻ പോവാന്നോ? എന്നെ വരാൻ പോവാ? ജില്ലാ ആശുപത്രിയിലെ കൊണ്ട്. ആ ഇവളെന്നാ പറഞ്ഞ ഫോട്ടോ വരാൻ പോവാന്നോ? ആ കോട്ടയം വരെ പോവാന്ന്. രാജാൻ ഇവിടെ ഇല്ലേ? ഇന്നലെ മറ്റേ കയറി താമസം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നെന്ന് തോന്നുന്നു. അപ്പൊ എന്നെ പിടിക്കുമോ? ഇന്നലെ എങ്ങനെയാണെന്നറിയോ? അമ്മ എന്നെ പിടിച്ചാൽ മതിയായിരുന്നേ. എങ്ങനെയുണ്ട് കോട്ടയം? കോട്ടയം പോയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓടില്ലേ? ഇവിടെ കയറി അല്ല ശ്യാമളമ്മയുടെ അല്ലേ കളിയല്ലേ? നീയും കണക്കാ, നിന്റെ അമ്മയും കണക്കാ. നീ പറഞ്ഞേക്ക്. ആ പറഞ്ഞോ. രാജമ്മയാണോടി കൊച്ചേ? ചാരിരുന്നോ വിജയമ്മ? ചാരിരുന്നു. വീട് ഭയങ്കര ദൂരമാണ്. ഇനി സമയമുണ്ട്. ശ്യാമളമ്മ കയറണം. ശ്യാമളമ്മ പൊന്മൂത്തം കാണുന്നത്. ഇപ്പോൾ ഒരപ്പം കൊടുത്തിട്ട് അത് മൊത്തം കഴിച്ചില്ല. ചെവി ജയക്ക് ഒന്നും ചെവി കേൾക്കത്തില്ല കേട്ടോ. കൊച്ചിന്റെ കാര്യം പറഞ്ഞെന്ന് അവള് പറഞ്ഞത്. അപ്പൊ നീ കേൾക്കുന്നത് കട്ടൻ ചായ. ഏതാ പ്ലാസ? അങ്ങോട്ട് പറ്റുന്നത് ശ്യാമളമ്മ അവർക്ക് മനഃപൂർവ്വം നമ്മളെ മാറ്റി നിർത്തുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചാ ഞാൻ.
കാഞ്ഞിരപ്പള്ളി ആയെന്ന് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞല്ലോ വരുന്നത്. അയ്യോ പിന്നെ നിങ്ങളല്ലേ ഓടുന്നത്, വണ്ടിയല്ല. നമ്മളെന്നെ നിർത്തി എവിടെയാലും ചുമ്മാ അങ്ങ് പറയാ. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം. ഈ വന്നോ? ഇവിടെ ആര് പറഞ്ഞു വരാൻ? കുളിച്ചോ? അപ്പം നിന്നോ? കഴിച്ചില്ലെന്ന് കഴിച്ചില്ലേ? പറയത്തില്ല. പൊൻകുന്നമായി. ഇതാണ് പൊൻകുന്നം. അമ്മയുടെ ഒരു തേങ്ങ തീർന്നു നടക്കുന്നുണ്ടായിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു പറയും അങ്ങനെ സാധനം ഉണ്ടോന്ന് കേട്ടിട്ട് പോലില്ല. അയ്യോ ആശുപത്രി എത്തിയില്ലെന്നു. ഞങ്ങളോട് ഇറങ്ങിക്കോട്ടെ. ഓ ചുമ്മാ ശ്യാമളമേ വിഷയം മൊത്തം നടുക്കോട്ടിരി ഇങ്ങോട്ടിരി. ആ എത്തിയേ. നമുക്ക് അപ്പുറത്ത് പോയിട്ട് കറങ്ങി അടിച്ചു വരാം. അവര് പോയി നോക്കട്ടെ സംഭവമൊക്കെ. വായിക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടാ അറിയാം. എന്നാടി പറഞ്ഞേ? ജില്ലാശുപത്രിയോ? കൊണ്ടുപോവാ. ജില്ലാ ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാ. ആണോ? അവിടെ സ്ഥലമില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ചോദിച്ചോ. അതായിരുന്നു നിൽക്കുന്ന വളിയില്. അവിടെ ഓട്ടോ വിചാരിക്കുന്നുണ്ട്. കാറിലാണോ? ഓട്ടോ ആദ്യം താഴെ കൊണ്ട് വെച്ചിട്ട് മറ്റേ സാധനം കൊണ്ട് കളയാതെ. അല്ലെന്ന് കാണിക്കാന്നേ. ഞാൻ പറഞ്ഞേ ടവലില്ല അമ്മ, ആ സാരിയുടെ തുമ്പൊന്ന് തരാമോ? ഒന്നും തരിക കാണിക്കേ. വെള്ളം അവിടെ വെക്കാം, ഗ്ലാസ്സിലടി.
ക്ലാസ് എവിടെയാ കുപ്പിക്കകത്ത് കൊടുക്കണം. അപ്പൊ എടുത്തോണ്ട് വാ. ഗ്ലാസ് ഇല്ലെന്ന് അവിടെ എന്നാ ജയമയോ ഇവിടെ ഒന്നും ഇല്ല, അപ്പുറത്താ വരും. എല്ലാത്തിനും വെള്ളമാ, എന്നിട്ട് പിന്നെയും വെള്ളം മേടിച്ചല്ലേ നിങ്ങൾ? തരാം 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 തരാം. ഗ്ലാസ് ഉണ്ടോ ഇനി ഇവിടെ? ചുമ്മാ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയല്ല. ഇവിടെ ഗ്ലാസ് ഒന്ന് കഴുകിയിട്ട് വെള്ളം കൊടുത്തേക്ക്. ലാസ്റ്റ് കണ്ടത് ഡോക്ടറാണ് കൗൺസിലറാണ്. അത് ഓഫീസർ, മെഡിക്കൽ ഓഫീസറാണെന്നറിയാം. അത് പക്ഷെ പുള്ളി ഐക്യു ടെസ്റ്റ് കാണുന്നത് കലക്ടറെ കൂടെ കാണണം. നീ എവിടെയാ പോണ്ടേ? പക്ഷിയായില്ലല്ലേ? അതാണ് മുണ്ടക്കത്ത് വെച്ചപ്പോ ഇത് തരാനാ അവര് പറഞ്ഞത്. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മനസ്സിലായോ? ചുമ്മാ രജിസ്റ്റർ ചെയ്യല്ലോ. ഡോക്ടർ പറയാണേ, ചില കാര്യങ്ങൾ ഈ ഒരു 8 വയസ്സ് അല്ല 10 വയസ്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഒരു 4 വയസ്സിൻ്റെ 4.5 വയസ്സിൻ്റെ ഒക്കെ ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടൊരു സാധനം ചെയ്യാം എന്നാ പുള്ളി പറയുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്ന് ഒരു തീരുമാനത്തിൽ എത്താൻ. ഞാൻ പറയുന്നത് 54% എന്ന് പറഞ്ഞ്, എന്നിട്ട് പറഞ്ഞ് അതൊരു കൃത്യമായ കണക്കൊന്നുമല്ല, നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് കൃത്യമായിട്ടുള്ള സംഭവം എടുക്കാനേ പറ്റത്തില്ലെന്ന് ഇവിടെ സംബന്ധിച്ചിടത്തോളം. അതാ പറഞ്ഞേ, ചോദിക്കുന്നതിനൊക്കെ ആദ്യം ഡോക്ടറെ ഇവള് കൗൺസിൽ ചെയ്തു. ഡോക്ടറിന്റെ അമ്മയുടെ പേരെന്നാ, അച്ഛന്റെ പേര് ചോദിച്ചില്ല, അമ്മയുടെ പേര്, സ്ഥലം എവിടെയാന്നൊക്കെ ചോദിച്ചു. എടി ഡോക്ടറുടെ പേരെന്നാടി ഇപ്പൊ കണ്ടേ? ഇപ്പൊ ലാസ്റ്റ് കണ്ട ഡോക്ടറുടെ പേര് പറ. ആണോ? അല്ല, ചില കാര്യങ്ങൾ ഇവള് കുഞ്ഞാണ്, ഒരു ഇതുമില്ല എന്ന് വെച്ച് ഇവള് കുഞ്ഞാന്ന് പറയാൻ പറ്റില്ല. അവൾ അതിനേക്കാൾ വലിയ സംഭവം ചെയ്യും. ഗൂഗിളൊക്കെ ഇപ്പം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർക്കും നല്ല ബുദ്ധിമുട്ട്. പക്ഷെ ചില കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ് ഇവിടെ പെരുമാറ്റത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എന്നാൾക്ക് അത് MRI ചെയ്താലേ അത് കറക്റ്റ് അറിയാൻ പറ്റുമെന്നാ പറയുന്നത്. അവളുടെ ബ്രെയിനിലെ പ്രശ്നം പറയാൻ പറ്റുള്ളൂ. നമ്മൾ MRI കുറെ ഇത് നോക്കിന്ന് പറഞ്ഞോണ്ടാ പിന്നെ പുള്ളി MRIക്ക് പറയാഞ്ഞ്. ഇരിക്കുമ്പോ ഹൈപ്പർ കുറയല്ലേ കുറച്ചൊക്കെ, അന്നേരം ചെയ്യണമെന്നാ വിളിക്കുന്നത്. അന്നേരം ചെയ്താലേ കറക്റ്റ് സംഭവം എന്നാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഞാനാ ഇന്തോഅമേരിക്കയിലെ ഡോക്ടർ മരുന്ന് കൊടുത്ത് ഇരിക്കാൻ വേണ്ടി, അതായത് ഇവിടെ ഹൈപ്പർ പറയാൻ വേണ്ടി. എന്നിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ 1 പൈസയുടെ വ്യത്യാസം പോലും. അന്നേരമാണ് ഇന്നലെ പറഞ്ഞത് ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കണ്ടേ, എല്ലാവർക്കും ആ മരുന്ന് പിടിക്കില്ല, അപ്പൊ അത് മാറ്റി കൊടുക്കണം. അതല്ല, ആ മരുന്നിന്റെ കാര്യമല്ലത്. ആ മരുന്ന് തന്നെയാണ് ഹൈപ്പർ പറയാനുള്ള മരുന്ന് തന്നെയാണ് ഇത്. ഇപ്പൊ കണ്ടോണേ, നേരം പറഞ്ഞു മരുന്ന് എവിടെ മേടിക്കാൻ ഡോക്ടറെ കാണണ്ടേ? എന്റെ പൊന്നു വെച്ച ഫോട്ടോ കിട്ടി ഇല്ല. സ്മാരകമല്ലേ? ഇത് ഓർപ്പിച്ചിട്ടുണ്ട്. അന്ന് 10,800 പറഞ്ഞ ഫുഡ് പറഞ്ഞേ.
പക്ഷെ ഇവര് അങ്ങനെയുള്ള കുട്ടികൾ നമ്മളെക്കാൾ ഇച്ചിരി സ്മാർട്ടായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടാണ് ഉള്ളത്. അതിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റില്ല. നോർമൽ സ്കൂളിലെ മോളുടെ ഒരു ശേഷിക്കനുസരിച്ചുള്ള കുട്ടികൾ ധാരാളം പഠിക്കുന്നു. പക്ഷെ മോളിങ്ങനെ ഒരു പഠനത്തിൻ്റെ കാര്യങ്ങളൊന്നും സഹകരിക്കാതെ 5 നിമിഷം പോലെ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇരിക്കുക. എങ്ങനെ സ്കൂളിൽ അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു? അത് ക്ലാസ്സിൽ നല്ലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓരോരോ ബുദ്ധിമുട്ടായിട്ട് പറയുകയും ചെയ്യുക. മാത്രമല്ല കൊച്ചിനൊരു ഇൻഡിവിജ്വൽ ശ്രദ്ധ കൊടുക്കാത്തടത്തോളം കൊച്ചാ ക്ലാസ് മുറിയിൽ നിന്നും പിക്ക് ചെയ്തെടുക്കണമെന്നില്ല. കാരണം മോളുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റ് അനുസരിച്ച് അത്യാവശ്യം അക്ഷരമൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങുന്നതാണ്. പക്ഷെ അതിനവിടെ ഇരിക്കുന്നില്ല. അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതാ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു IQ ടെസ്റ്റുള്ള ഒരു പൂർണ്ണമായിട്ട് വിശ്വസനീയമായിട്ട് ശേഷിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേക പ്രൊഫൈലാണ് ഇപ്പോൾ. ഇതുവരിപ്പോൾ ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ്. അത് കൊച്ചിലേക്ക് ഒരു ട്രെയിനിങ് എത്തിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഏതായാലും നമുക്കിപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് സൈക്കാട്രിസ്റ്റ് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. നമ്മളങ്ങനെ തുടക്കത്തിൽ അത്രയും ഡിലേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രായത്തിനനുസരിച്ച് 10 എന്തായാലും ലഭിക്കും. ഇതിനൊക്കെ കണക്കാക്കി നമുക്ക് വൈകല്യ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നോക്കാം. IQ-നെ ആധാരപ്പെടുത്തിയിട്ടല്ല, നമുക്കൊരു ഇത് മറ്റേ പക്വത, പ്രായത്തിനനുസരിച്ച് പക്വത കൈവരാത്ത നാളെ കാണാം. ENT-നെ കാണാം. കണ്ടായിരുന്നു? അവസ്ഥാർ കണ്ടോ? ഇപ്പൊ നമ്മളിങ്ങനെ ബുദ്ധിമാനിതാന്ന് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് തരാം. പിന്നീട് ഒരുപക്ഷെ അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ആ ഒരു സന്ദർഭം മാറി വരും. പക്ഷെ ഇപ്പൊ ഒന്ന് കൊച്ചിയുടെ ഒരു പക്വതൊന്നും തന്നെ കടന്നു വന്നിട്ടില്ല. കൊടുത്താൽ എടുത്ത് വാങ്ങിച്ചു കൊടുത്താൽ കൈ നോക്കുമോ? കൈ നോക്കാൻ പോവാ. അങ്ങോട്ടൊന്നും അല്ല, ഇങ്ങോട്ട്. കൈ നോക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. നീ എങ്ങോട്ടാടി പോകുന്നത്? നിന്നെ അങ്ങോട്ടാരും വിളിച്ചോ? നീ ഇതിൽ ഇങ്ങോട്ട് പോകും. കാത് കുത്താനും കാതൊന്നും അല്ല, കൈ നോക്കാം. അങ്ങോട്ട് ചെന്നാൽ മതി. ഇത് ജയ നിൽക്കുന്നുണ്ടോ? ചട്ടി ബിരിയാണി, കലം ബിരിയാണി, ചട്ടി ബിരിയാണി. വേണ്ട, ഒന്നും എടുത്തില്ലേ? അവര് 30 രൂപ അഡീഷണൽ കേട്ടോ. അയച്ചേനോ? JPG അയച്ചതിന് 30 രൂപ മേടിച്ചെന്നമാര്. വാട്സപ്പിൽ അയച്ചാനോ? ബില്ല് അയച്ചാൽ ബില്ലല്ലേ നമ്മുടെ ഇരിക്കുന്നത്? ഇല്ല, ആ ബില്ല് അവര് തിരിച്ചു മേടിച്ചു. തിരിച്ചു മേടിച്ചു. അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ ID തരാൻ പറഞ്ഞു. ഞാൻ ഞാൻ വാട്സപ്പിൽ തന്നെ കൊടുത്തേ. കടയുടെ പേരിന് ഐശ്വര്യായോ? അതൊക്കെ ചുമ്മാ ഓവർ കേസാ. അത് നമ്മുടെ സാധനമല്ലേ, നമുക്ക് അയച്ചു തരുന്നതിന്. നമ്മൾ പൈസ കൊടുത്തിരിക്കാൻ ഫോട്ടോ നമുക്ക് അയച്ചു തരുന്നതിന് പിന്നെയും പൈസയോ? അവര് ഇപ്പം വിളിച്ചേച്ച് പറയാം, ഒന്ന് പഠിപ്പിച്ചാൽ മതി. നിങ്ങളത്
ഉപഭോക്താവ് കേസിന് പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. എത്ര നേരം മനുഷ്യൻ അവിടെ ഇരുന്ന് മടുത്തു. അതല്ല എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോ അതിന്റെ സാധനങ്ങളെല്ലാം വേണം. എന്തോ ഇത് ഒന്നൊന്നര വരവല്ലേ വന്നത്. നല്ല ഫോട്ടോ ആണല്ലോ കുഞ്ഞിന്റെ. കുഴപ്പമില്ല കേട്ടോ. അടച്ചല്ലോ ഇവിടെ അല്ലല്ലോ. ഇവിടെ അല്ലേ? ഇവിടാണ്. അക്ഷയക്കാര് തെറ്റിച്ചടിച്ചു വിട്ടല്ലേ? കർഷകക്കാര് അവര് വിചാരിച്ചു ഞാൻ മുണ്ടക്കവല്ലേ അപ്പൊ കായലപ്പള്ളി അല്ലേ നമുക്ക് ബോർഡ് കുത്തി കേടാ എളുപ്പം പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചാ ആക്കി വെച്ചു. എവിടുന്ന വണ്ടിയൊക്കെ അറിയാന്ന് പോലും അറിയത്തില്ല അല്ലേ? അവിടെ കണ്ടില്ല വണ്ടി. എവിടെ കണ്ടില്ല. പിന്നെ സമയനാ ഇപ്പം. ഓ രാവിലെ വന്നാ 7:30 ആയപ്പോൾ ഇറങ്ങിയാ 3:08. നാരായണി വരുമ്പോഴേലും വരാവോ? ആ പറയാ കോട്ടൊന്ന് പോരാൻ തുടങ്ങുന്നു. ഇവരത് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കയറി ശരിയാക്കി തന്നു. ആ ശാംഭവീനെ കണ്ടോണ്ട് അലമ്പുകാർ. ആ കൊച്ചിനെയും കൊണ്ട് ഇത്രയും പോയില്ലേ കുഞ്ഞ് അവിടെ കിടക്കണമെന്ന് വെച്ചോണ്ട് ഞാൻ വണ്ടിയിലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞേ ഓ അയ്യാ കൊച്ചിനെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ശരിയാക്കി തന്നു. ആ അവരെ വീട്ടിൽ പോവാ. വീട്ടിലെടുക്കാൻ ശാമ്പൂയം കൊണ്ട് നിന്നുണ്ടല്ലോ. അതൊക്കെ കിട്ടും പക്ഷേ ഉപദ്രവിക്കുള്ള സമയത്ത് ആ പറഞ്ഞോ. ഇനി ഉണ്ടാക്കാൻ വീട് അവരോടൊന്ന് പറയുവാണേ കളക്ടറേറ്റിൽ അവിടുത്തെ അക്ഷയയിലെ കറക്റ്റ് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അവർ ചോദിക്കേണ്ട പോലെ ആവശ്യമില്ല. അവർ ശരിയാക്കി തരുന്നത് പുള്ളിയാണെന്ന് അവിടെ പുള്ളി പറഞ്ഞ അവിടെ പോകാൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അടിച്ച തികഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം കുഴപ്പമില്ല. ഈ കൊച്ചിന്റെ കേടവും പിന്നെ അവർക്ക് ചില സമയങ്ങളിൽ ഈ വഴക്ക് ഗുണമാകുന്നുണ്ട്. ഒരു കൊച്ചൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവനെ കണ്ടായിരുന്നില്ല. വീഡിയോ വരെ എടുത്തിട്ടുണ്ട്. വണ്ടി നോക്കി തുറക്കാം. വണ്ടി വരുന്നുണ്ട്. ആ സൈഡ് സൂചി തുറക്കാം. നാളത്തെ വീഡിയോ ഇവിടെ ഇവിടെ എടുത്തണ ഇവിടെ കൂടെ പോകാൻ പാടില്ല കേട്ടാ. എങ്ങനെയാണല്ലോ പിടിച്ചുവിടാവോ? നമുക്ക് പോടി ശാമ്പോ. നീ ഇറങ്ങണ്ട. വേണ്ട
വീട്ടിൽ പോവാം. ആ ഇറങ്ങാം. ഇത് ചെരുപ്പന്തി 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 അടി ഞാൻ എടുത്തോ. തേങ്ങായും ചെരുപ്പും എല്ലാം എടുത്തോ അവര്. ആ വാ. ആ എന്നാ ഇറങ്ങാം. ഇത് തന്നെ ഇറങ്ങിക്കോ. ആ ഇറങ്ങാം. ഇത് തന്നെ അടക്കട്ടെ. ഓക്കെ. വണ്ടി പോട്ടെ. വണ്ടി വരുന്നുണ്ട്. വണ്ടി പോക്കോ. വിട്ടു പോക്കോ. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകും. ഇതല്ല വഴി. വഴക്കൊന്നുമല്ല, അങ്ങോട്ട് തന്നെ തന്നെ പോകുന്നത്. നമ്മൾ വീട്ടിൽ പോകണ്ടേ. നാരായണി അവിടെ വന്നതാണ് ഇപ്പോൾ ചവിട്ടിയാന്. പോകോ പൊക്കോ. ഡോക്ടർ പറഞ്ഞത്, ഒരു ഡോക്ടർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം, ഇവളെ മടുക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യണം. ഈ ഹൈപ്പർ കുറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം മടുക്കുന്ന എന്തെങ്കിലും പരിപാടി. ഇവള് സാധാരണഗതിയിൽ ഇങ്ങനെ മടുത്തെന്നൊക്കെ പറയും ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ. പക്ഷേ ഇതുവരെ ഇവളെ വിയർത്ത് കണ്ടിട്ടില്ല. എന്നാ ചെയ്താലും ഇവൾ വിയർക്കത്തില്ല. അതിന് മടുക്കാഞ്ഞിട്ടാണോ, യഥാർത്ഥത്തിൽ മടുക്കുന്നുണ്ടോ മടുക്കുന്നില്ലയോ, അതോ വിയർക്കാത്താണോ എന്നാന്നറിയത്തില്ല. പക്ഷേ ഇവൾ വിയർക്കാറുമില്ല, ഇവളങ്ങനെ മടുക്കാറുമില്ല. പക്ഷേ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചുമ്മാ ഇങ്ങനെ മടുത്തോന്നൊക്കെ ചോദിക്കുമ്പം മടുത്തെന്നൊക്കെ പറയും. എന്നാ പറ്റി? മടുത്തോ? നിന്നെ മടുപ്പിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. മടുപ്പിക്കണമെന്നാ. മടുക്കുമ്പോൾ ഒക്കെ ചിരിക്കുവാണോ നീ? കഥ പറയാ. മടുത്തോ? തുറക്കാൻ നാരായണ നോക്കട്ടെ. തുറന്നിട്ട് വന്നിട്ടില്ല. ആ വന്നോ. ഇതിലേ വാ. എന്നാ പത്താം ക്ലാസ്സുകാരിയാണ്. 10ാം ക്ലാസ്സും കുസ്തി ടിവിയും വെച്ച് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക. പരീക്ഷയാ. എന്നിട്ട് കരയുവാണോ? മുട്ട നിനക്കല്ലേ? ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് ജയിക്കുമെന്ന്. കാരണം ഫുൾ ടൈം ടിവിയും വെച്ചായിരിക്കുന്നത്. നമ്മളെത്രയെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പനിയായതുകൊണ്ട് പഠിക്കാൻ വയ്യ, ടി വി കാണാം. ഇവളെന്നാ കണ്ടേ? നീ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലോ നീ ജയിക്കുമെന്നുമല്ലോ. നമ്മളതങ്ങ് പറഞ്ഞേക്കുവാണെങ്കിൽ പിന്നെ അന്നേരം നാണം കിടണ്ടല്ലോ. ടി വി ആണ് നമ്പർ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന. നീ ശാംഭവിയാ ലോക്ക് കാണിച്ചു കൊടുത്തേ. നമുക്കാണോ 1, 2 അറിയത്തുമില്ല. എന്നിട്ട് ഇവിടെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തേക്കണം. നമുക്ക് ചെയ്ത് കാണിച്ച് പറയാൻ പുലർത്തില്ല. നമുക്ക് 5 എണ്ണ 4 എണ്ണ 3 എണ്ണ 2 എണ്ണ നിർത്തില്ലാത്തോളാം. ആരടി ഒന്നോ? നിന്റെ A+ ഇവിടെ ടി വിയിൽ ഷോർട്സ് ഒക്കെ കണ്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. അതിനാരും പരീക്ഷ എടുത്തില്ല അവക്ക്. അങ്ങനെ ഓട്ടോ വിളിച്ചു വരാന്ന് ശമ്പളമ്മയ്ക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട്. ഞാൻ അലമ്പുണ്ടാക്കും. കാരണം ഇത്രയും തടിയും വെച്ചോണ്ട് ഒരു മനുഷ്യനെ ഓട്ടോയും വിളിച്ച് വരാമോ? നടക്കണ്ടേ? നടന്ന് ആരോഗ്യം ഉണ്ടാക്കണ്ടേ?
അവിടെ കിടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളിൽ ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. അതിലേത് പട്ടീനെ വേണമെന്നിങ്ങനെ ഞങ്ങൾ വീഡിയോയ്ക്കകത്ത് നോക്കുമായിരുന്നു. ഒരു ബ്ലാക്കിനെ ഇങ്ങനെ എടുക്കാമെന്ന് ഒരു തീരുമാനമൊക്കെ ഉണ്ട്. ബട്ട് അവിടെ കാണുമെന്ന് ആർക്കറിയാം അല്ലേ? ആ ഉണ്ട്, സൗണ്ടുണ്ട്. കോഴി അഴിച്ചു വിട്ടില്ലല്ലോ കേട്ടോ നമ്മളിന്ന്. എടുക്കണ ഭയങ്കര പാടാണ്, അതെല്ലാം പൊക്കണം. എന്താ ഭഗവാനെ, അത് പട്ടി മാത്രമാണ് അടയിരിക്കുന്നത്, വേറെ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കണം. പക്ഷെ വീഡിയോ എടുത്തപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ അവിടെ അതിനകത്ത്. ഇത് പകലല്ലേ? അതിനകത്ത് എവിടാന്ന് നോക്കിക്കൊണ്ടല്ലേ ഞാൻ കണ്ടു. ആരാണ് ഇതിനൊക്കെ വരുന്നേ? ഇത് പൊട്ടിക്കാളി ഇതിലൂടെ വരാനുള്ള അതിന് അയ്യോ എൻ്റെ മോന്ത. എൻ്റെ അമ്മ വന്നാൽ പിന്നെ ആണോ? ഏതിനെല്ലാം കൈ കിട്ടുന്ന എടുക്കേണ്ടി വരുമല്ലോ, കൈ കിട്ടുന്നേരം എടുക്കേണ്ടി വരുമല്ലോ എന്ന്. ഇവിടെ പാവമുണ്ട്. അപ്പോൾ ഇപ്പം എടുത്താലേ അത് ഈ പാല് പിടിക്കുന്നതല്ലേ? അതെ, അമ്മേൻ്റെ പാല് കുടിക്കുന്നതല്ലേ? ഒരു കൊച്ചനെ കരയണേ. അയ്യോ അല്ലല്ല, പോയി നോക്കിയാ കുഞ്ഞനെ കരയുന്ന. എന്തുവാ എന്നെ ഇവിടെ കാര്യം എന്തുവാ? അല്ല ഇങ്ങോട്ട് വന്നേ. അല്ല വർത്തമാനം പറയാൻ വന്നേക്കുന്നു കോഴി. ഇതിനാണിവിടെ കൊണ്ട് കാറുന്നത്. ഇത് ലൈഫ് വരാൻ വേണ്ടിയല്ലേ? ലൈഫ് അല്ലെങ്കിൽ രണ്ട് ചിലപ്പോൾ ആക്കേണ്ടി വരും. അതിനേക്കാം ഇവിടെ ആകുമ്പോൾ വല്ല സാമ്പാറൊക്കെ കൊട്ടി ചോറിനാ. നമ്മൾ ചിന്നു വെജല്ലായിരുന്നു. എന്നൊരു ആരാണ് ആദ്യം വരുന്ന അവരെടുക്കും. ഓടി വാ മതി. ചേട്ടാ ഇല്ലാത്ത പോയി. ചെറുക്കനാണോ അമ്മേ? അമ്മച്ചി ശമ്പൂലൊന്ന് കാണിക്കുക. ശമ്പൂ എടുത്ത് പിഴിയാതിരുന്നാൽ മതി എന്നെ. അല്ല പട്ടി ഞങ്ങൾ എടുക്കുമ്പോൾ എന്തോ ഇങ്ങനെ പറയുമല്ലോ, എന്തോ ഇങ്ങനെ നോക്കടി. പിന്നെ അതുങ്ങൾക്ക് തിന്നാനാന്നോർത്ത് അതേ പുറകെ ഓടുന്നു. പൊക്കെ 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 പോയേ 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 പോയേ. ശാമ്പു ഞങ്ങൾ ഓടിച്ചു വിടുവേ. പിന്നെ ഇവിടെ വന്ന് പരാതി പറയില്ല. പോയേ എടി ഞാൻ ഓടിച്ചു വിടുവേ. പൊക്കോളാൻ പറ. എനിക്ക് വയ്യ പാമ്പ്. എന്തേ ഈ ചേര തല പൊക്കുവോ? തലയൊക്കെ പോകും. ഊതേ ബാക്കി ഇങ്ങോട്ട് കിടക്കുന്നു. ഇറങ്ങി പോകുന്ന കുളത്തിനകത്താ തണുപ്പായിട്ട് വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി പോകുന്ന. ടോർച്ച് അടിക്കുന്നതിനത്തിനാ ചേര കൊടുത്ത്. കൊച്ച നേരം 24 മണിക്കൂർ നടക്കുന്ന ചേര തല പൊക്കൂടി. തല വെക്കത്തില്ല. ഈ പട്ടിക്കുഞ്ഞെന്തേ
എന്നെ ഓട്ടോ അവിടുന്ന് ആ എനിക്ക് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടരുത്. ഒരു പാമ്പെന്ന് എഴുതി വെച്ച എന്തിനാ പാമ്പിന് പടം കണ്ട ഈ പേടിയാ. സുന്ദരി എൻ്റെ ദൈവമേ. വൈറ്റ് എടുക്കാന്നാ വിചാരിച്ച. വൈറ്റിന്റെ കൂട്ടുകാരെല്ലാം പോയി കൊച്ചിന്റെ. ചെവിയിലൊരു ഇതുണ്ട്. ഇല്ലടാ ഡാ ശാമ്പു വിളിച്ചേ. ശാമ്പു വിളിക്കോ. ശാമ്പവിയെ എന്തൊക്കെയാവോ നീ വരാൻ പറ. ധാരാന്ന് നോക്കിക്കേ. ഞാനല്ല ഇത്. എന്നാ പേരിടണ്ട ശാംഭവി? നീ ഒരു പേര് പറഞ്ഞേ. ഞങ്ങളാരും പറയല്ലേ. കൊച്ചൊരു പേര്. എന്നാ ചിന്നു? ഇതാണാ? അപ്പൊ എന്നാ പറ. അല്ല കഴിക്കത്തില്ല. മോനെ എന്നൊരു പേര് പറഞ്ഞേ. മോൻ പറയൂ നല്ലൊരു പേര് പറ. ആൺപിള്ളാരുടെ പേര് പറ. ആൺപിള്ളാരുടെ പേര് ജാനകിയോ? അത് പെണ്ണല്ലേ. ആൺപിള്ളാരുടെ ഒരു ആൺകൊച്ചിന്റെ ഒരു പേര് പറഞ്ഞേ. ആ വിട്ടു. ആ അനിയൻ്റെ ഒരു പേര് പറഞ്ഞേ. ഡോഗോ? ഡോഗിനൊരു പേരിട്ടാലോ? ഒരു പേര് പറ എന്നിട്ട് വേണം ഞങ്ങക്ക്. പറ. ആ വിട്ട്. ചായ കുടിച്ച് പഠിക്ക് നീ. സുന്ദരി സുന്ദരാ ഞാനൊരു ഒരു പേര് പറഞ്ഞിടിയാ കുട്ടിക്ക്. റാംബോയോ? കൈസറോ? എന്തൊരു പേര് പറഞ്ഞു. പോകുന്നില്ലല്ലോ. എന്നാ പറയും? ആ കൊള്ളാം. അടിപൊളിയാ. ആഹാ കേക്കാവേ. അപ്പോൾ കേക്കാവേ. ഉള്ള പട്ടിയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വളർത്തും. അങ്ങനെയാണ് അമ്മയുടെ അമ്മമ്മേൻ്റെ ചെരുപ്പിടമ്മേ. തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്നോ. ആ ഞങ്ങൾ ഒരെണ്ണത്തിന് ഇങ്ങ് എടുത്തു. ദത്തെടുത്തു. അതെന്നാ ജീവന് കളിപ്പല്ല. അല്ല പറയാം. അതിനുള്ള കാരണം ഞാൻ പറയാം. പണ്ട് പ്രവീണൻ ഇതുപോലെ ഒരെണ്ണത്തിനെ കൊണ്ടുവരും. എന്നിട്ട് പറയാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നോക്കും, 2 ദിവസം നോക്കും. എന്നിട്ട് ഇട്ടിട്ടങ്ങ് പോകും. പിന്നെ അമ്മ പാവ അതിന്റെ തീട്ടവും മൂത്രവും കോരേണ്ടി വരും. ഇതമ്മ സ്ഥിരമായതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം ഇപ്പം. അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ആവുന്നങ്ങ് വിചാരിച്ച്. എന്തിനിവിടെ കിടക്കുന്ന പാവേനെ വരെ കൊഞ്ചിക്കുന്നതാണ്. പട്ടി ഇഷ്ടമില്ല. പട്ടിയൊക്കെ എന്നെ ഇഷ്ടമെന്നേ. പട്ടിയൊക്കെ എന്റെ അടുത്ത് മാറി. പൂച്ച പട്ടി ഇതൊക്കെ അങ്ങ്. എടാ ഞാൻ ഇഷ്ടപ്പെടണ്ടല്ലോ. ഞാൻ കൊടുത്ത പട്ടി എന്നെ 1 വർഷം കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോ എന്റെ പുറകെ ഓടി വന്നു. അമ്മയ്ക്ക് മനസ്സിലായില്ല പട്ടീനെ. പക്ഷെ പട്ടിക്ക് അമ്മയെ മനസ്സിലായി. അതുകൊണ്ട് പട്ടി അമ്മയുടെ പുറകെ ഓടി വന്നു. പട്ടിയാണോ? ആ പട്ടേ. കൊടുക്ക് പാല് കൊടുക്ക്. ചായ ആദ്യമായിട്ട് വരുമല്ലോ. ഇപ്പൊ നമ്മള് പാല് കൊടുത്ത് അവമാനിക്കണം. ചായ കൊടുത്താലോ? ഈ കുഞ്ഞുകളിയൊന്നുമില്ല. പട്ടിയൊക്കെ വിളിച്ച് നല്ലതായിട്ട് പട്ടിക്ക് വേണ്ട എല്ലാം ചെയ്യണം. അത് കൊടുക്കാം. ചവ്വൊക്കെയാ മേടിക്കുന്നത്. എടുത്തൊന്നും തിന്നേക്കട്ടെ. ഞാൻ പട്ടീനെ എടുത്തോണ്ട് വന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെ പറഞ്ഞേ? ചേട്ടായിക്ക് നോക്കാൻ പറ്റും എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇത് കാണിക്കുന്ന അത് കോഴിയാണ്. ചക്ക അവമാനിക്കുന്നുണ്ടോ? അമ്മ ആ ചക്ക ഇങ്ങെടുത്തേ. ഓ എന്റെ ദൈവമേ. അമ്മയാക്ക ചക്ക ഇങ്ങ എടുക്കാൻ. ഓ ദൈവമേ ചക്കച്ചോള വലിച്ചോണ്ട് വരുന്നത് വേണ്ടേ. ഓ അമ്മേ അമ്മ അമ്മ ഇത് ചക്കയാ. അമ്മ എന്ത് ചക്ക പോയി കാണുന്നില്ല. അമ്മ ദിസ് ഈസ് ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഇങ്ങനെ അപമാനിക്കരുത്. ഈ ഒരു ചക്കച്ചോളയ്ക്ക് വേണ്ടി എത്രയോ ആൾക്കാര്
ആക്രാന്തമാണ്. പിന്നെ വെള്ളവുമില്ല, വെക്കാനുമില്ല. ഇത് കിട്ടാൻ വേണ്ടി വിലക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട് അറിയോ നമ്മുടെ നാട്ടില്. അതെല്ലാം ആർക്കും പറ്റിക്കാതെ. മറ്റേ വേറെ കത്തിയുള്ളൂ ഇവിടെ ചക്ക വെട്ടുന്നത്. ഈ ചക്ക വെട്ടുന്നതല്ലേ? ഓ വെട്ട് ജാക്ക് ഫ്രൂട്ട് വെട്ടുന്ന കണ്ടോണേ ഇപ്പം കർഷകൻ. അവരെ കണ്ടായിപ്പോ എന്നാ എന്റെ പൊന്നമ്മന്ന് ഉണ്ടായിരിക്കാൻ പറ്റുമോ എന്റെ പൊന്നോ? നന്നല്ലേ, കട്ടോണ്ട് വന്നോന്നല്ലോ. അതല്ല പറഞ്ഞു. പിന്നെ അവര് കണ്ടായിപ്പോ നടക്കാൻ നല്ലതൊക്കെയാണ്. പിന്നെ അതിന്റെ കട്ടി ഭയങ്കര കട്ടിയാന്ന്. ഇതൊന്നും അറിയത്തില്ലെന്ന് ചുമ്മാ ഡയലോഗ്. ഇത് കട്ടിയാണോ നോക്കടി? ഇത് കട്ടിയാണോ? ഇത്രയും കട്ടി വേണം. ആ കട്ടിയില്ലടി. എന്നാ ശരി. പക്ഷേ പഴുത്തു പോയി. നല്ല ടേസ്റ്റ്. മരിക്കാം. ഏത് ഈ മൂല നിൽക്കുന്ന പ്ലാവാണോ? മൂല നിൽക്കുന്ന ഒന്നാം തരം കൂടെയാ. എന്നാ വേറെ എടുത്ത് കാണും. അമ്മ ഈ കൂടെയാണോ വരയ്ക്കാണോ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എനിക്ക് പഴുത്താലേ അറിയത്തുള്ളൂ ഇത് രണ്ടും. എല്ലാവർക്കും തന്നെ. അതിന് മുന്നേ എല്ലാരും പറയുമല്ലോ. അതിന് മുമ്പ് ഉമ്മ പറയുന്ന കാര്യത്തെ കാര്യം തലേ വർഷം തിന്നിട്ട്. പിന്നെ ചില കാക്കമ്മയൊക്കെ പറയുമല്ലോ ഈ ഇത് വരിക്കപ്പിലാവാണ്. ഇല വെച്ച് പറയും. നടന്നാ നടന്ന് ഒത്താവത്ത് അത്രേ ഉള്ളൂ. അല്ല കറക്റ്റ് ഒന്നും പറയാൻ പറ്റിയതാ. അത് ചേട്ടാടെ കരുതത് അല്ല ഒത്താവത്ത്. പറയുന്നവരുണ്ട്. എടി അതിനൊക്കെ കൊതുക് കുത്തുന്നുണ്ടോ? ഈ ചുറ്റും തന്നെ കൊതുക്. ഉണ്ട് ദൈവമേ, അതിന്റെ ചുറ്റും ഉണ്ടോ കൊതുക്. ആ കൊച്ചു കണ്ടോ? വേറെ ഏതെങ്കിലും പിള്ളേരാണ് ശ്രദ്ധിക്കത്തില്ലേ? ആ കൊച്ചു മൈൻഡ് ചെയ്ത് പോയതുണ്ടോ? എന്നാ ആ എന്നാ ജൂഡോ. ജയ എന്നുള്ളതിന്റെ ജാ കൂട്ടി വിചാരിച്ച എടുത്തോളൂ എനിക്ക്. ഞാൻ ജൂഡോ ജൂഡാ. നമുക്ക് ഒരു പെട്ടിക്കകത്തുണ്ടല്ലോ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനൊക്കെയാണ് കുഞ്ഞുങ്ങളെ ആദ്യമൊക്കെ കിടത്തുന്നത്. ഒരു മറ്റേ പിന്നെ പെട്ടിയില്ലേ? എന്റെ പെട്ടിയുണ്ട്. ചേട്ടയുടെ കറുത്ത ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്തിട്ട്. നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ അവിടെ തന്നെ അസ്വസ്ഥതയായിരുന്നു. എന്നെ കാല് കാഴ്ച കൂട്ടുന്നു എനിക്ക്. ഉപ്പില്ല. ഇത്രയും കേസുള്ളൂ കേട്ടോ. പിന്നെ അപ്പൊ പിന്നെ ഇച്ചിരി അവന് പാല് എന്തെങ്കിലും ചായ ഉള്ളൂ. ഇതിന്റെ ആഹാരം ഇതാണേ, പാലാണേ. ആഹാരം തിരുന്നിടം വരെ.